ഇന്ന് ഇൻഡിഗോ വിമാനത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ടായി. പെട്ടെന്ന് തന്നെ ആളുകളെ അടിയന്തരമായി പുറത്തിറക്കുന്ന കാഴ്ചകളാണ് ദൃശ്യങ്ങളിലേക്ക്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഇപ്പോൾ ഇത്തരം ഭീഷണികളൊക്കെ നേരത്തെ വന്ന് നമ്മൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പെട്ടെന്നൊരു ഒഴിപ്പിക്കൽ ദൃശ്യങ്ങൾ അങ്ങനെ അത്ര പുറത്തേക്ക് വരാറില്ല. പ്രത്യേകിച്ചും തെന്നി ഇറങ്ങുക, അത് ജീവനക്കാരും യാത്രക്കാരും ഒക്കെ വല്ലാത്തൊരു ആശങ്കയിൽ കൂടിയാണല്ലോ ഈ പുറത്ത് കിടക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആയത്? ഈ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയോ? ദിവിഷയുടെ വിമാനത്തിനകത്ത് നിന്നായിരുന്നു ആ ഭീഷണി സന്ദേശം വന്നത്. വാരണാസിയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ആ സമയത്ത് ഈ വിമാനം ടെർമിനലിൽ നിന്നും പുഷ് ബാക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു വിമാനത്തിനകത്തെ ഡോറിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിൽ ബോംബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സന്ദേശം ലഭിക്കുന്നതും പിന്നാലെ യാത്രക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും. വിമാനം ഓൾറെഡി ടാർമാക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എമർജൻസി ഡോർ വഴി പുറത്തേക്ക് ഇറക്കുക എന്നുള്ള മാർഗ്ഗം മാത്രമാണ് അപ്പോൾ എയർ ഹോസ്റ്റസ്മാരുടെയും അതുപോലെ തന്നെ പൈലറ്റുമാരുടെയും മുന്നിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ വിമാനത്തിൻ്റെ എമർജൻസി ഡോറുകൾ പുറകുവശത്തെയും ചിറകിൻ്റെ സൈഡിലുള്ള എമർജൻസി ഡോറുകൾ തുറന്ന് അതിലൂടെ ഈ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. സാധാരണഗതിയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ തന്നെയായിരുന്നു അത് പാലിച്ച് അതിലൂടെ പുറത്തിറക്കി എല്ലാവരെയും സുരക്ഷിതമായി ടെർമിനലിൽ കൊണ്ടുപോയി. പിന്നീട് ഭീഷണി വ്യാജമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മറ്റൊരു വിമാനത്തിൽ ഇവരെ വാരണാസിയിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. ആർക്കും പരിക്കോ ഒന്നും തന്നെയില്ല. എല്ലാ പ്രോട്ടോകോളും പാലിച്ച് തന്നെയായിരുന്നു അവരെ പുറത്തേക്ക് ഇറക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ ഈ ഒരു കാഴ്ച കൗതുകമാണ്. കാരണം ടാർമാക്കിലേക്ക് പുറത്താക്കിയ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കിയ വിമാനത്തിൽ നിന്നും ആളുകളെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് കാഴ്ച ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കൗതുകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പക്ഷേ ആർക്കും പരിക്കില്ലാതെ തന്നെ സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കാനും പിന്നീട് അവർക്ക് മറ്റൊരു ബദൽ വിമാനം ഒരുക്കി നൽകാനും അധികൃതർക്ക് സാധിച്ചു. ശരി, എന്തായാലും അത് നല്ല രീതിയിൽ അവസാനിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വ്യാജ സന്ദേശവുമായിരുന്നു എന്ന് മനസ്സിലായത് ആശ്വാസമായി. ശരി അർജുൻ.